നടൻ സുധീഷ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്രീ സുധീഷ്, ഈ ജുബിത ആൻഡി എന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെ താങ്കൾക്ക് അറിയാമോ? താങ്കളുടെ ഭാഗത്തു നിന്നും ദുരനുഭവം ഉണ്ടായി എന്നാണ് അവർ മാതൃഭൂമി ന്യൂസിലൂടെ അറിയിക്കുന്നത്. എനിക്ക് ഈ വ്യക്തി അറിയ പോലുമില്ല. അതായത് പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മളിപ്പോ 10-38 വർഷമായി സിനിമാ ഫീൽഡില്. അപ്പൊ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോവാറുണ്ട്. അപ്പൊ പിന്നെന്താ പറയാ, ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്, ഒക്കെയാണ്. പക്ഷെ എന്റെ ഓർമ്മയിലില്ല ആളെ, എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ അതവസ്ഥ. അതായത് താങ്കളുമായി കണ്ടുമുട്ടിയതിനു ശേഷം താങ്കൾ ടൂർ പോകാൻ വിളിച്ചു എന്നാണ്, അങ്ങനെ ഒരു സംഭാഷണം ദീർഘമായി ഉണ്ടായി എന്നാണ് ജുബിത പറയുന്നത്. ഞാനെന്താ പറയാ, അവര് പറയുന്നതല്ലേ, അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് സുധീഷിനെ സംബന്ധിച്ചോളം, സുധീഷ് ചെറുപ്പകാലത്തെ തന്നെ മലയാള സിനിമയുടെ ഭാഗമായ വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിലും അവിചാരിതമായിട്ടോ അല്ലാതെയോ ഇങ്ങനെ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഘട്ടത്തിൽ അവിചാരിതമായെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരോടും മോശമായിട്ട് ഒന്നും സംസാരിക്കാറില്ല ഒരു രീതിയിൽ, ഒരു ആർട്ടിസ്റ്റിനോട്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ വേണ്ട, അങ്ങനെ സംസാരിച്ചാലേ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ സംഭവമേ ഇല്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയില്ല. എന്താണ് പിന്നിലൊന്നും എനിക്കറിയില്ല. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ താങ്കൾക്ക് തോന്നിയത് എന്താണ്? അല്ല, തോന്നിയെന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താന്നുള്ള കാര്യം, എന്തിനാണെന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണല്ലോ ഈ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ശ്രീ സുധീഷ്, അതായത് നമുക്കിപ്പോൾ ഒരാള് വെറുതെ, അതായത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്ന പേര് പറയണമെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പല രീതിയിൽ സംശയിക്കാൻ താങ്കൾ പറയുന്ന താങ്കളാണെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ ഒരാൾ എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുക? അല്ല, അതാ ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളതിനെ പറ്റിയിട്ട്, ഞാൻ മുംബൈയിൽ മുംബൈയിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ പറഞ്ഞ നമ്മൾ നിയമജ്ഞരോട് സംസാരിച്ചിട്ട് എനിക്ക്, കാരണം നമുക്കൊരു മാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്, ചെയ്യാത്ത കാര്യത്തിന്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ശ്രീ സുധീഷ്, ഞാൻ അങ്ങയുടെ അനുവാദം തന്നാൽ മാത്രം, ഞാൻ ജുബിത ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഫ്ലോറിലുണ്ട്, അങ്ങ് അനുവദിച്ചാൽ ഞാൻ ജുബിതയിലേക്ക് പോകാം. അല്ല, ഞാനിതിന് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലല്ല, ഞാൻ ചോദിച്ചത് അങ്ങയുടെ കൂടി സാന്നിധ്യത്തിൽ ഞാൻ ചോദിച്ചോളാം. ജുബിത നമ്മുടെ നമുക്ക് അങ്ങേക്ക് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചോദിക്കാം. പക്ഷെ അതാണ് ഞാൻ അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചോദിക്കട്ടോ? അല്ല, ഞാൻ അവരോട് സംസാരിക്കുന്നില്ല. അല്ല ശ്രീ സുധീഷ്, ഞാൻ അങ്ങയുടെ അനുവാദത്തോടു കൂടി ഞാൻ ചോദിക്കുന്നു പറഞ്ഞാൽ, ഞാൻ അങ്ങയുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ താങ്കൾക്ക് പറയുന്നു അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ജുബിതയോട് ചോദിക്കാനൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. പക്ഷേ അത് അങ്ങയുടെ അനുമതിയോടെ മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ. അതാണ് ചോദിക്കട്ടെ എന്ന്. ഞാൻ നിയമപരമായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം ഞാൻ അവരോട് സംസാരിച്ചോളാം. ശരി സുധീഷ്, വളരെ നന്ദി താങ്കൾ പ്രതികരിക്കാൻ തന്നെ തയ്യാറായതിന്. കാരണം തീർച്ചയായും ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ അത് താങ്കളുടെ അഭിപ്രായം തേടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതാണ് മാതൃഭൂമി ന്യൂസ് താങ്കളുടെ അഭിപ്രായം തേടിയത്. വളരെ നന്ദി താങ്കൾ പ്രതികരിച്ചതിന്.